മുൻ നിയമസഭാ അംഗവും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന്റെ വീട്ടിൽ ഇന്നലെ ED നടത്തിയ പരിശോധനയിൽ നിർണായകമായ ചില വിവരങ്ങൾ EDക്ക് ലഭിച്ചെന്നാണ് വിവരം. PV അൻവറിനെ കൊച്ചിയിലുള്ള ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും ED നീക്കമുണ്ട്. കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് നമുക്ക് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. EDയുടെ കൊച്ചി ആസ്ഥാനത്തിലേക്ക് അൻവറിനെ വിളിച്ചു വരുത്താൻ പോകുന്നു. അതിനുവേണ്ടി രേഖാമൂലമുള്ള നോട്ടീസ് അടുത്ത ദിവസം തന്നെ നൽകുമെന്നുള്ളതാണ് EDയുടെ ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മണി ലോണ്ടറിംഗ്, ബിനാമി ഇടപാടുകൾ നടന്നു, രേഖകൾ കൃത്യമായി ഇല്ലാതെയുള്ള വലിയ പണമിടപാടുകൾ നടന്നു. മറ്റൊന്ന് പല സോഴ്സുകളിൽ നിന്നും അനധികൃതമായ പണം അദ്ദേഹത്തിന് വന്നു. ഇതൊക്കെയാണ് EDയുടെ കുറ്റാരോപണത്തിലുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെ നീണ്ട രഹസ്യമായ അന്വേഷണം EDയുടെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയിരുന്നു. അതേ തുടർന്നാണ് ഇന്നലെ 11 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിൽ ചില നിർണായകമായ വിവരങ്ങൾ, അതുപോലെ അതിൽ ഒരു കാര്യം പറയുന്നത് അത് ചില ഇൻഡിക്കേഷൻസും ചില പ്രൈമറി എവിഡൻസുമാണ് കിട്ടിയത്. അതിൽ കൂടുതൽ എവിഡൻസിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിലേക്ക് ED കടക്കുകയാണ്. ED ഏതായാലും ഇന്നലെ നടത്തിയ ഓപ്പറേഷൻ സക്സസ് എന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥരുടെ മറുപടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഈ മണി ലോണ്ടറിംഗ്, ബിനാമി ഇടപാടുകളുടെ ചോദ്യം ചെയ്യൽ രേഖാമൂലമുള്ള നോട്ടീസ് നൽകി നടത്തുമെന്നുള്ളതാണ്. ചില ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ചില മുതലാളിമാർ പണം നൽകിയിട്ടുണ്ട്. ചില ആൾക്കാരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി പോലും പണം നൽകിയതിൻ്റെ വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മുഴുവൻ പണമിടപാടുകളിലേക്കുമുള്ള പരിശോധനയിലേക്കാണ് ED കടന്നത്. അതിൻ്റെ ഭാഗമായി അടുത്ത ദിവസം തന്നെ PV അൻവറിനെ, മുൻ MLA യെ ചോദ്യം ചെയ്യും ED. അതിനുള്ള നോട്ടീസ് നൽകും. SKN.